Hello everyone. നമ്മൾ ഇന്ന് സെക്ഷൻ 3.3 ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ആൻഡ് കോൺകേവിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ, ദ സൈൻ ഓഫ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇൻഡിക്കേറ്റ്സ് വിച്ച് വേ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഇസ് ബെൻഡിങ്. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മുടെ കയ്യിലുണ്ട്, ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ സൈന് നോക്കിയിട്ട് നമുക്ക് ഈ ഗ്രാഫിൻ്റെ ബെൻഡിങ്ങിനെ കുറിച്ച് പറയാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന് മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കുകയാണെന്നുള്ള പോലെ. സത്യത്തിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുന്നത് എപ്പോഴാണ്, ഒരു പോയിന്റിൽ അത് ലോക്കൽ മിനിമം ആവുന്നുണ്ടോ, ലോക്കൽ മാക്സിമം ആവുന്നുണ്ടോ, ക്രിട്ടിക്കൽ പോയിന്റ് ആണോ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ബെൻഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഒപ്പം കോൺകേവിറ്റീനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ സെക്ഷനിൽ കവർ ചെയ്യാൻ പോണേ. പിന്നെ ആ പോയിന്റ് ഇൻഫ്ലെക്ഷൻ പോയിന്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ ആക്ച്വലി നമ്മൾ പഠിക്കുന്നത് നമ്മൾ അടുത്ത സെക്ഷനിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ, ഒരു റാൻഡം ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഗ്രാഫിനെ ഈ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പഠിച്ചു പോകുന്നത്. സോ ഇതിൽ ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ സെക്ഷൻ 3.3 നമുക്ക് മെയിനായിട്ട് 3 കൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. പിന്നെ അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകേവിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺകേവ് ആണോ, അത് കോൺകേവ് അപ്വേർഡ് ആണോ, കോൺകേവ് ഡൗൺവേർഡ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് നമ്മുടെ ടോപ്പിക്ക് പറയുന്നത് അത് തന്നെയായിരുന്നു അല്ലേ. സെക്കൻഡ് ഡെറിവേറ്റീവും കോൺകേവിറ്റിയും കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. സോ ഈ ഒരു ടെസ്റ്റ് കോൺകേവിറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പഠിക്കുന്നത് ഇൻഫ്ലെക്ഷൻ പോയിന്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷനും കൂടി നമുക്കിവിടെ കവർ ചെയ്യാനുണ്ട്. സോ ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത് അപ്പം എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ ഒരു എക്സ് നോട്ട് നമ്മുടെ കയ്യിലുണ്ടെന്ന് കരുതാം. അങ്ങനെ ഒരു എക്സ് നോട്ട് ഉണ്ടെങ്കിൽ ആ എക്സ് നോട്ടിനെ നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റിന് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ എക്സ് നോട്ട് എന്ന് പറഞ്ഞ് എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് എക്സ് നോട്ട് എന്ന് പറഞ്ഞൊരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടെന്ന് കരുതാം. ഈ ക്രിട്ടിക്കൽ പോയിന്റിൽ ഈ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ സൈന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതിനനുസരിച്ച് അത് ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം പോയിന്റ് ആണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. നമ്മളിപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിലും ലോക്കൽ മാക്സിമം പോയിന്റ് ആണോ ലോക്കൽ മിനിമം പോയിന്റ് ആണോ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ അതൊന്നുകൂടി കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സായിരുന്നു. ഇവിടെ നമുക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ ലോക്കൽ മിനിമം ആണോ മാക്സിമം പോയിന്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ കഴിയും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ. സോ ടെസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ് എക്സ് നോട്ട്. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. ഈ തന്നിരിക്കുന്ന ഈ നമുക്ക് കിട്ടുന്ന ക്രിട്ടിക്കൽ പോയിന്റിൽ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ആ സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതൊരു ലോക്കൽ മിനിമം പോയിന്റ് ആണ് നമുക്ക് കിട്ടുക. ലെസ് ദാൻ 0 ആവുകയാണെന്നുണ്ടെങ്കിൽ ലോക്കൽ മാക്സിമം പോയിന്റ് ആണ് കിട്ടുക. സോ ശ്രദ്ധിക്കുക, ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ലോക്കൽ മിനിമം പോയിന്റ് ആണ്, ലെസ് ദാൻ 0 ആകുമ്പം ലോക്കൽ മാക്സിമം പോയിന്റ് ആണ് കിട്ടുക. ആൻഡ് ആസ് യൂഷ്വൽ ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ് എന്നുള്ളതും പറയുന്നുണ്ട്. ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത്. ഇത് യൂസ് ചെയ്ത് പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഈക്വൽ ടു 0 ആവുന്ന കേസിൽ പിന്നെ എന്താ ഫെർദർ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ, തേർഡ് പോയിന്റ് ആയിട്ട് നമ്മൾ ഇൻഫ്ലെക്ഷൻ പോയിന്റ്സ് പഠിക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോയിന്റ് എന്താണെന്നുള്ളത് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കേസിൽ ഈ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കേസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കും. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ടെസ്റ്റ് പഠിക്കുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകേവിറ്റി ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞത് ലോക്കൽ മിനിമം പോയിന്റ് ആണോ ലോക്കൽ മാക്സിമം പോയിന്റ് ആണോ എന്നുള്ളത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ടിൻ്റെ സൈന് വെച്ചിട്ട് പറയാമെന്നുള്ളതാണ്. അതേ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ടിൻ്റെ സൈന് യൂസ് ചെയ്തിട്ട് ഇത് കോൺകേവ് അപ്വേർഡ് ആണോന്നോ കോൺകേവ് ഡൗൺവേർഡ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ലോക്കൽ മിനിമം പോയിന്റാണ് നമുക്ക് കിട്ടുക എന്നുള്ളത്. അവിടെ ഇത് കോൺകേവ് അപ്വേർഡ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, ലോക്കൽ മിനിമം പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ് ഓൾമോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുക, ലോക്കൽ മിനിമം പോയിന്റ് എന്ന് പറഞ്ഞാൽ ലെസ് ആയിട്ട് ഗ്രേറ്ററിലേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ ഒരു ലോക്കൽ മിനിമം പോയിന്റ് ഈ ഒരു പോയിന്റിൽ നമുക്ക് കിട്ടും എന്നുള്ളത് പറയാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ഒരു എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ലോക്കൽ മിനിമം വാല്യൂ കിട്ടുന്ന തരത്തിലുള്ള പോയിന്റ് ആയിരിക്കും. അപ്പോൾ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ലോക്കൽ മിനിമം പോയിന്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കിയ ഗ്രാഫ്
അപ്വേർഡ് ആണ് എന്നുള്ളത് പറയാം അല്ലേ. ഇതിനെയാണ് നമ്മൾ ആക്ച്വലി കോൺകേവ് അപ്വേർഡ് ഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ലോക്കൽ മിനിമം പോയിന്റ് കിട്ടുന്നുള്ളത് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ പറഞ്ഞു, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ. അപ്പോൾ തന്നെ ഈ ഗ്രാഫ് ഒരു കോൺകേവ് അപ്വേർഡ് ഫോമിലുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റും. സോ കോൺകേവിറ്റി അവിടെ നിന്ന് തന്നെ പറയാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കിയേ, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ 0 ആകുമ്പം ലോക്കൽ മാക്സിമം പോയിന്റാണ് കിട്ടുക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക, എക്സ് നോട്ട് ഈ ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ലോക്കൽ മാക്സിമം പോയിന്റ് വരുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഗ്രാഫ് പോകുന്നുള്ളത് പറയാൻ പറ്റും അല്ലേ. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷേ ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡിൽ ഇത്തരത്തിൽ ഗ്രാഫ് പോകുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതൊരു കോൺകേവ് ഡൗൺവേർഡ് ഗ്രാഫ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആൻഡ് എഫ് ഡബ്ല്യു ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പം ഇത് കോൺകേവ് അപ്വേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ കോൺകേവ് ഡൗൺവേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടുമാകാൻ സാധ്യതയില്ല എന്നുള്ളത് പോലെ പറയുന്നുണ്ട്. സോ ആ ടെസ്റ്റ് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ ഇൻകൺക്ലൂസീവ് ആണെന്നുള്ളത് ഇവിടെയും പറയാൻ പറ്റും. സോ ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫ്ലെക്ഷൻ പോയിന്റ് എന്താണെന്നുള്ളതാണ്. അതിനു മുമ്പ് കോൺകേവിറ്റീൻ്റെ എക്സാമ്പിൾ ഗ്രാഫ് ഒന്ന് കാണിച്ചു തരുവാണ് കേട്ടോ. ഇപ്പോൾ ഈ ഫസ്റ്റ് കേസ് നോക്കിയേ, ഇവിടെ വരുന്നത് എന്താ, ടാൻജൻറ്റ് ലൈൻസിൻ്റെ കേസ് വെച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പം സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ലൈൻ ഇവിടെ ഇൻക്രീസിങ് ആണ് വരുന്നത്. ഫസ്റ്റ് കേസിൽ ഇതിൻ്റെ സ്ലോപ്പ് കൂടിയാണ് വരുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ഇവിടെ അതൊന്നുകൂടി ഇൻക്രീസ്ഡ് ആയി, ഇവിടെ ഒന്നുകൂടി ഇൻക്രീസ്ഡ് ആയി. ഇപ്പോൾ ഈ ഒരു കേസിൽ നെഗറ്റീവ് സ്ലോപ്പാണ് നമുക്ക് കിട്ടുക. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ലേശം പോസിറ്റീവ് സ്ലോപ്പ് കിട്ടും, ഇവിടെ ഒന്നുകൂടി ഗ്രേറ്റർ സ്ലോപ്പ് കിട്ടും. അപ്പോൾ സ്ലോപ്പ് ഇൻക്രീസിങ് ആകുന്ന കേസിൽ നമുക്ക് എന്ത് കിട്ടും, കോൺകേവ് അപ്വേർഡ് ഗ്രാഫ് ആയിരിക്കും. അവിടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ളത് പോലെ നമുക്ക് പറയാൻ കഴിയും അല്ലേ. അതേപോലെ തന്നെ ഇവിടെ സ്ലോപ്പ് ഡിക്രീസിങ് ആണ്. അപ്പം നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെന്നും ഇത് കോൺകേവ് ഡൗൺവേർഡ് ആണെന്നുള്ളതും നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ നമുക്ക് ജോമെട്രിക്കലി ഇതിൻ്റെ കോൺകേവ് അപ്വേർഡ് അല്ലെങ്കിൽ കോൺകേവ് ഡൗൺവേർഡ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പവഴിയാണ് ഇവിടെ പറയുന്നത്. എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ കോൺകേവ് അപ്വേർഡ് അറ്റ് എക്സ് നോട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഗ്രാഫ് ഉണ്ടെന്ന് കരുതുക. ഇതിൽ എക്സ് നോട്ട് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതിന് ഇവിടെ എക്സ് നോട്ട് എന്ന് പറഞ്ഞൊരു പോയിന്റ് എക്സ് ആക്സിസിലുണ്ടെന്ന് കരുതുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് നോട്ട് കിട്ടും അല്ലേ. ഈ എഫ് ഓഫ് എക്സ് നോട്ട് എന്താണെന്നുള്ളത്, ഈ എഫ് ഓഫ് എക്സ് നോട്ടിലൂടെ നമുക്ക് ആക്ച്വലി ഒരു ടാൻജൻറ്റ് ലൈൻ വരച്ചൂടെ. ഈ ടാൻജൻറ്റ് ലൈനിൻ്റെ മേലെയായിട്ടാണ് ഈ ഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് കോൺകേവ് അപ്വേർഡ് ആണെന്നുള്ളത് പറയാം. ഇനി അല്ല, തിരിച്ച് ഈ ടാൻജൻറ്റ് ലൈനിൻ്റെ താഴേക്കാണ് ഈ ഗ്രാഫ് ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡിലുള്ള ഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നതെങ്കിൽ നമുക്കതിനെ കോൺകേവ് ഡൗൺവേർഡ് എന്ന് പറയാം. അപ്പോൾ ജോമെട്രിക്കലി ഇത്തരത്തിൽ ടാൻജൻറ്റ് ലൈന് വരച്ച് നോക്കിയിട്ട് നമുക്ക് കോൺകേവ് അപ്വേർഡ് കോൺകേവ് ഡൗൺവേർഡിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത്. സോ ജോമെട്രിക്കലി എഫ് ഇസ് കോൺകേവ് അപ്വേർഡ് അറ്റ് എക്സ് നോട്ട് ഇഫ് ദ ഗ്രാഫ് ഓഫ് എഫ് ലൈസ് ലോക്കലി എബവ് ഇറ്റ്സ് ടാൻജൻറ്റ് ലൈൻ അറ്റ് എക്സ് നോട്ട്. എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിലൂടെ വരയ്ക്കുന്ന ടാൻജൻറ്റ് ലൈന്, എക്സ് നോട്ടിൻ്റെ ഇമേജ് കേട്ടോ, അവിടെ വരയ്ക്കുന്ന ടാൻജൻറ്റ് ലൈനിൻ്റെ മേലേക്കാണ് ഈ ഗ്രാഫ് കിടക്കുന്നതെങ്കിൽ, അതായത് ലോക്കലി കേട്ടോ, നമ്മൾ ഒരു പെർട്ടിക്കുലർ നെയ്ബർഹുഡ് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സ് നോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് നോട്ടിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡ് വെച്ചിട്ടാണ് നമ്മൾ ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം പോയിന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡിൽ ഈ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജൻറ്റ് ലൈനിൻ്റെ മേലെയാണ് ഗ്രാഫ് കിടക്കുന്നതെങ്കിൽ കോൺകേവ് അപ്വേർഡ് എന്നും താഴെയാണെങ്കിൽ കോൺകേവ് ഡൗൺവേർഡ് എന്നും പറയാം എന്നുള്ളത് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, സോ ഇനി ഇൻഫ്ലെക്ഷൻ പോയിന്റ് എന്താണെന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ ആ ഒരു കൺസെപ്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രാഫാണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിലൂടെ ഒരു ടാൻജൻറ്റ് ലൈന് പാസ് ചെയ്യുന്നുണ്ട്. ഈ ടാൻജൻറ്റ് ലൈനിൻ്റെ മേലേക്കാണ് ഈ ഒരു ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡിൽ ഈ ഗ്രാഫ് കംപ്ലീറ്റ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഇത് എന്താണെന്നുള്ളത് പറയാം, കോൺകേവ് അപ്വേർഡ് ആണ് എന്നുള്ളത് പറയാം. അതേപോലെ x1 എന്നുള്ള പോയിന്റിലൂടെ നമ്മളൊരു ടാൻജൻറ്റ് ലൈനിലൂടെ വരച്ചിട്ടുണ്ട്. ആ ടാൻജൻറ്റ് ലൈനിന് താഴെയായിട്ടാണ് ഈ ഗ്രാഫ് കിടക്കുന്നത്. അപ്പോൾ x1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇത് കോൺകേവ് ഡൗൺവേർഡ് ആണ് എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റും അല്ലേ.
സോ ഇനി അടുത്ത കൺസെപ്റ്റ് ഇൻഫ്ലെക്ഷൻ പോയിന്റ് നമ്മൾ പറയാൻ പോവുകയാണ്. ഇൻഫ്ലെക്ഷൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എഫ് ഡബിൾ ഡാഷിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. എഫ് ഡബിൾ ഡാഷിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ സൈന് ചേഞ്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഇൻഫ്ലെക്ഷൻ പോയിന്റ് എന്ന് പറയാം. അതായത് ഇപ്പം ഐദർ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, ഇപ്പോൾ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇൻഫ്ലെക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും വരുന്നുണ്ടാവുക, പ്ലസ് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഇത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് പോകുക, അല്ലെങ്കിൽ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോവുക. ഇപ്പോൾ ഈ എഫ് ഡബിൾ ഡാഷിൻ്റെ വാല്യൂ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈന് ചേഞ്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഏത് പോയിന്റ് നിന്നാണ് ഇത് മാറുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലേ. അത് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ് നിന്നായിരിക്കും ഈ സൈന് ചേഞ്ച് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ കേസിലും ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ പോയിന്റിനെയാണ് നമ്മൾ ഇൻഫ്ലെക്ഷൻ പോയിന്റ് എന്ന് പറയുക, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ എന്ന് പറയാം. ഓക്കെ, സോ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ലെസ് ദാൻ 0 ആണെങ്കിൽ രണ്ട് കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. പക്ഷെ അത് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മളിപ്പോൾ മുന്നേ പഠിച്ച കൺസെപ്റ്റ്സ് ഒക്കെ ഇൻകൺക്ലൂസീവ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിക്കഴിഞ്ഞാൽ നമ്മൾ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് കൂടി ഇവാലുവേറ്റ് ചെയ്യാണ്. അത് നോൺ 0 ആണെന്നുണ്ടെങ്കിൽ എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് ഒരു ഇൻഫ്ലെക്ഷൻ പോയിന്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. അതായത് എഫ് ഡബിൾ ഡാഷിൻ്റെ സൈന് ചേഞ്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഈ എക്സ് നോട്ട് എന്നുള്ളത് പറയാൻ പറ്റും. അതിൻ്റെ ഒരു ഗ്രാഫിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ എഫ് ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആണ്, ഈ ഒരു റീജിയനിൽ ഇത് ലെസ് ദാൻ 0 ആണ്. ഈ ഒരു പോയിന്റിലാണ് ഇത് ആക്ച്വലി സൈന് ചേഞ്ച് ചെയ്യണമെന്ന് നമുക്ക് പറയാം. ഇവിടെയൊക്കെ കോൺകേവ് അപ്വേർഡ് ആണ്, പക്ഷേ ഈ ഒരു പോയിന്റ് തൊട്ട് ഇങ്ങോട്ട് കോൺകേവ് ഡൗൺവേർഡ് എന്നുള്ള കേസാണ് നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ് പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ ഒരു പോയിന്റിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത്, സോറി ഇവിടെ x1 ആണ്, എഫ് ഡബിൾ ഡാഷ് ഓഫ് x1 എന്ന് പറയുന്നത് 0 ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് ഈ ഒരു സൈന്, ഈ കോൺകേവ് അപ്വേർഡ് കോൺകേവ് ഡൗൺവേർഡും അല്ല എന്നുള്ളൊരു അവസ്ഥ വരില്ലേ. അപ്പോൾ ഈ ഒരു സൈൻ ചേഞ്ച് സംഭവിക്കുന്ന ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഏതാ സംഭവിക്കുന്നത്, ഇവിടെ കോൺകേവ് ഡൗൺവേർഡ് ആയിരുന്നു ഈ ഒരു റീജിയൻ കംപ്ലീറ്റ്, അവിടെ നിന്ന് ഇത് കോൺകേവ് അപ്വേർഡിലേക്ക് ചേഞ്ച് ചെയ്യാണ്. ഈ ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്ന ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് രണ്ട് പ്രോബ്ലം നോക്കാം. സോ ഫസ്റ്റ് പ്രോബ്ലം, use the second derivative test to analyze the critical points of the function f of x is equal to x cube minus 6x square plus 10. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ ക്രിട്ടിക്കൽ പോയിന്റ്സിനെ അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടില്ലേ. അനലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്താൽ നമുക്ക് ഐദർ ഒരു ലോക്കൽ മിനിമം പോയിന്റ് ആണോ ഈ എക്സ് നോട്ട്, അല്ലെങ്കിൽ ലോക്കൽ മാക്സിമം പോയിന്റ് ആണോ എന്നുള്ളതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അത് ക്രിട്ടിക്കൽ പോയിന്റ്സിൻ്റെ കേസിൽ, അതായത് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആവുന്ന തരത്തിലുള്ള പോയിന്റ്സ് അല്ലേ. അപ്പോൾ ആ പോയിന്റ്സ് ലോക്കൽ മിനിമം പോയിന്റ് ആണോ ലോക്കൽ മാക്സിമം പോയിന്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതായിരുന്നു സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ക്രിട്ടിക്കൽ പോയിന്റ്സിനെ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഈ ക്രിട്ടിക്കൽ പോയിന്റ്സ് ലോക്കൽ മിനിമം പോയിന്റ് ആണോ ലോക്കൽ മാക്സിമം പോയിന്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് അവർ പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എക്സ് ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 10. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് ഏതാന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്ത് ലോക്കൽ മിനിമം ആണോ മാക്സിമം ആണോ പോയിന്റ് വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 കൊടുത്തിട്ട് എക്സിൻ്റെ വാല്യൂ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള എക്സിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ. സോ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 10 ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3x സ്ക്വയർ മൈനസ് 12x വരും. ഇതിൽ നമുക്ക് 3x കോമൺ എടുക്കാം അല്ലേ. 3x കോമൺ എടുത്താൽ ബാക്കി വരിക എക്സ് മൈനസ് 4 ആണ്. സോ ഇതിനെ ഫാക്ടറൈസ് ചെയ്തു നമ്മൾ. ഇനി ഈ ഒരു പ്രോഡക്റ്റ് 0 ആവണം എന്നുണ്ടെങ്കിൽ, എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ്സാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പ്രോഡക്റ്റ് 0 ആവണമെങ്കിൽ
ഐദർ 3 0 ആവണം, അല്ലെങ്കിൽ എക്സ് 0 ആവണം, അല്ലെങ്കിൽ x - 4 0 ആവണം അല്ലേ. പക്ഷേ 3 ഒരിക്കലും 0 ആവില്ലല്ലോ. അപ്പോൾ പിന്നെ എക്സും x - 4ഉം 0 ആവാനുള്ള കേസേ ഉള്ളൂ. x = 0 അല്ലെങ്കിൽ x - 4 = 0 എന്ന് പറയാം. x - 4 = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x = 4 ആണ് അല്ലേ. സോ x = 0യും x = 4ഉം ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് വരിക. ആ 2 പോയിന്റ്സിലാണ് f' 0 ആവുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് നമുക്ക് കിട്ടി, x = 0 ആൻഡ് x = 4. ഇനി ഈ പോയിന്റ്സ് ലോക്കൽ മിനിമം പോയിന്റ് ആണോ ലോക്കൽ മാക്സിമം പോയിന്റ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, f'(x0) എന്ന് പറയുന്നത് >0 ആണെന്നുണ്ടെങ്കിൽ ലോക്കൽ മിനിമം പോയിന്റും <0 ആണെങ്കിൽ ലോക്കൽ മാക്സിമം പോയിന്റുമാണ് കിട്ടുക. സോ f'(x) ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ഇവിടെ f' നമ്മൾ കണ്ടിട്ടുണ്ട്. f'(x) ഇതിൻ്റെയും ഡെറിവേറ്റീവ് വരും അല്ലേ. സോ 6x - 12 എന്ന് കിട്ടും. ഇനി ഇതിനെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സിൽ ഇവാലുവേറ്റ് ചെയ്യാണ്. f'(0)യും കാണും, f'(4)ഉം കാണും അല്ലേ. f'(0) എന്ന് പറയുന്നത് ഇവിടെ എക്സിൻ്റെ പൊസിഷനിൽ 0 കൊടുത്താൽ കിട്ടും. എക്സിൻ്റെ പൊസിഷനിൽ 0 കൊടുത്താൽ നമുക്കിവിടെ -12 എന്നാണ് കിട്ടുക അല്ലേ. -12 <0 ആണ്. സോ f'(0) എന്ന് പറയുന്നത് <0 കിട്ടി. <0 ആണെങ്കിൽ ലോക്കൽ മാക്സിമം പോയിന്റ് കിട്ടും അല്ലേ. ബൈ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വി കൻ സേ ദാറ്റ് f attains a local maximum f has a local maximum point at x = 0 എന്ന് പറയാം. അതേപോലെ തന്നെ f'(4) നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. സോ 6 × 4 - 12 എന്ന് വരും. 24 - 12 will be 12 itself. 12 എന്ന് പറഞ്ഞാൽ >0 ആണ്. അങ്ങനെയാണെങ്കിൽ f'(4) >0 ആയാൽ 4 എന്ന് പറയുന്നത് ലോക്കൽ മിനിമം പോയിന്റ് ആണ് എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റും. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ക്രിട്ടിക്കൽ പോയിന്റ് ലോക്കൽ മിനിമം ആണോ ലോക്കൽ മാക്സിമം ആണോ പോയിന്റ് അറ്റൈൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ, അനലൈസ് ദ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഓഫ് f(x) = x³ - x. സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്രിട്ടിക്കൽ പോയിന്റ്സിനെ അനലൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ മിനിമം പോയിന്റ് ആണോ ലോക്കൽ മാക്സിമം പോയിന്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് കേട്ടോ ക്വസ്റ്റ്യൻ. സോ സെയിം ക്വസ്റ്റ്യൻ ആണ്. f(x) = x³ - x എന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അതിനുവേണ്ടി ഇതിൻ്റെ ഡെറിവേറ്റീവിന് 0നോട് ഇക്വേറ്റ് ചെയ്യും അല്ലേ. ഡെറിവേറ്റീവ് എന്താ കിട്ടുക, 3x² - 1 എന്ന് കിട്ടും. സോ 3x² - 1നെ 0നോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3x² = 1, x² = 1/3 എന്ന് കിട്ടും. x ± 1/√3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതായത് 1/√3യും -1/√3 എന്ന് പറഞ്ഞിട്ട് 2 ക്രിട്ടിക്കൽ പോയിന്റ്സ് നമുക്ക് കിട്ടും. സോ x = 1/√3 ആൻഡ് x = -1/√3. ഇനി അതിൻ്റെ ഓരോ കേസിലും നമ്മൾ f" ഇവാലുവേറ്റ് ചെയ്യാണ്. സോ f"ൻ്റെ വാല്യൂ ഇവിടെ എന്താ വരിക, ഫംഗ്ഷൻ എന്താ വരിക, f' എന്ന് പറയുന്നത് 3x² - 1 ആയിരുന്നു. സോ f" എന്ന് പറയുന്നത് 6x എന്ന് കിട്ടും. ഇനി അതിൻ്റെ വാല്യൂ അറ്റ് -1/√3 ആൻഡ് 1/√3 ഇവാലുവേറ്റ് ചെയ്യാണ്. അറ്റ് -1/√3 നമുക്ക് കിട്ടുക 6 × -1/√3 എന്നാണ്. സോ -6/√3 എന്ന് കിട്ടും, വിച്ച് ഇസ് ഡെഫിനറ്റ്ലി <0. <0 ആയാൽ ആ പോയിന്റിൽ -1/√3 എന്ന് പറഞ്ഞ പോയിന്റ് ലോക്കൽ മാക്സിമം പോയിന്റ് ആണെന്ന് പറയാം. ഇനി +1/√3 കൊടുക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്, 6/√3 എന്നാണ് കിട്ടുന്നത്. അത് >0 ആണ്. സോ 1/√3 x = 1/√3 എന്ന് പറയുന്നത് ഒരു ലോക്കൽ മിനിമം പോയിന്റും ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ ഇത്തരത്തിലാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.